ആൽഫ റിപ്പോർട്ടിംഗ് കാക്കനാട് ഭാഗത്ത് HDFK ബാങ്കിൽ റോബറി നടന്ന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 0 കാഷ്വാലിറ്റീസ് ആണ്. ഐ റിപ്പീറ്റ്, കാഷ്വാലിറ്റീസ് ഇല്ല. ഡ്യൂട്ടിയിലുള്ളവർ എത്രയും പെട്ടെന്ന് സ്പോട്ടിൽ എത്തിച്ചേരേണ്ടതാണ്. വൈറ്റിക്കോ സ്പോട്ടാണ്. 2 സ്ത്രീകൾ 2 പുരുഷന്മാരാണ് ഉള്ളത്. കാറിലൊരു ഡോക്ടറുടെ ബാഡ്ജ് ഉള്ളത് പറയുന്നുണ്ട്. UK രജിസ്ട്രേഷൻ ആണ് വണ്ടി. വരാപ്പുഴയിലേക്കാണ് എൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെസ്സേജ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അനന്തരം ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാക്കനാട് ജുവനൈൽ ഹോമിൽ നിന്ന് 17 വയസ്സുള്ള 3 നോട്ട് കേസുള്ള അസൽ എന്ന പയ്യനാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. പ്ലീസ് നോട്ട് അസൽ. പയ്യൻ മിസ്സിംഗ് ആയിട്ട് 1 മണിക്കൂർ കഴിയുന്നു. എല്ലാ വെഹിക്കിൾസും സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം വിടേണ്ടതാണ്. May 2022 അന്ന് രാത്രി 2 കാര്യങ്ങളാണ് നടന്നത്. 4 പേർ ചേർന്നൊരു ATM റോബറി ആൻഡ് a 17-year-old kid അസൽ escaped from കാക്കനാട് ജുവനൈൽ ഹോം. ഇത് രണ്ടും നടന്നത് 1 കിലോമീറ്റർ ചുറ്റുള്ളത്. ആൻഡ് ദാറ്റ് കേസ് ഈസ് ഹാൻഡിൽഡ് ബൈ മൈ ഫ്രണ്ട് മിസ്റ്റർ ലോയിഡ് ഗോമസ്. അസൽ ഏജ് 17, 15 കേസസ്, കൂടുതലും പിക്ക് പോക്കറ്റ്. അതിൽ ഹൈ പ്രൊഫൈൽ കേസസ് 2 എണ്ണം. കൊച്ചി, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, തൃശ്ശൂർ ഈ 4 സിറ്റീസിലാണ് ഏറ്റവും കൂടുതൽ പിക്ക് പോക്കറ്റ് നടക്കുന്നത്. ജയിൽ ചാടിയതിനു ശേഷം അവനത് കണ്ടിന്യൂ ചെയ്യാനേ സാധ്യതയുള്ളൂ. കൊച്ചി, കാലിക്കറ്റ് ആൻഡ് ട്രിവാൻഡ്രം ഈ 3 സിറ്റീസിലും കഴിഞ്ഞ 2 months കേസസ് ഇനാക്റ്റീവാണ്. തൃശ്ശൂർ 4 കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അക്യൂസ്ഡ് ആരും മൈനസ് അല്ല. തൃശ്ശൂരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 4 അക്യൂസ്ഡും 2 ദിവസം കൊണ്ട് ജയിലിൽ നിന്നിറങ്ങി. അവരെ ഇറക്കിയത് ഡീൻ തോമസ്. Where is Asal? Maybe he's hiding. Or സാറേ അവന്മാർ ഭയങ്കര ഷാർപ്പ് പിള്ളേരാ. ഈ ഏരിയയിൽ എന്ത് കളവ് പോവുകയാണെങ്കിലും അവന്മാരെ 2 പരിപാടി ഇറങ്ങില്ലേ. ദിസ് എ ബാൻ, മാല, ബാഗ്, പേഴ്സ് ഇതടിക്കലാണ് ഇവൻ്റെ പരിപാടി. പിന്നെ ഇവനൊരു അസിസ്റ്റൻ്റ് ഉണ്ട്, JK. ഇവന്മാരുടെ അണ്ടറിൽ ഒരു 10-15 പിള്ളേരുണ്ട്. അവന്മാരടിക്കുന്നതിൻ്റെ 10% ഇവന്മാർക്കാണ്. ആ 10% എന്ന് പറയുന്നത് ഇവന്മാരെ കേസിങ് വരാനുള്ളതാണ്. പിന്നെ ഉള്ളത് മൈക്ക്. രാത്രി കാലങ്ങളിൽ കാറും ബൈക്കൊക്കെ മോഷ്ടിക്കലാണ് അവൻ്റെ പരിപാടി. പിന്നൊരുത്തുണ്ട്, ഇവന്മാർ ഈ ഫീൽഡിൽ നിന്ന് അടിച്ചെടുക്കണതൊക്കെ മറച്ചു വെക്കലാണ് അവൻ്റെ പരിപാടി. പൊതുവെ നാട്ടുകാർക്കൊക്കെ അവനെ കുറിച്ച് നല്ല അഭിപ്രായം. ഒരു കോഴിക്കട അവൻ നടത്തുന്നുണ്ട്. അതിൻ്റെ മറവിലാണ് ഇവൻ്റെ സകല പരിപാടി. പിന്നെ ഇത് ആർക്ക് കൊടുക്കുന്നു, ഇവൻ്റെ മുകളിൽ ആരൊക്കെ ഉണ്ടെന്ന് അതാർക്കും അറിയില്ല. നാട്ടുകാരെ അവന് വിളിക്കുന്നത് അലീന, ശരിക്കുള്ള പേരൊന്നും ആർക്കും അറിയില്ല. 16-17 വയസ്സുള്ളപ്പോൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങന്മാരാ. എന്നാൽ ഞാൻ ഇറങ്ങാം സാറേ. Break it down, put you in the hell. Been looking for you, come on out, show me what you got. I'll show you how you bleed, I'm gonna bring you down. You better run and hide, I'm gonna break your bone. You better run and hide.
end is near. I'm waiting, sipping beer, holding back all the tear. Now make some freaking prayer, or just go run and hide. I'm on a fight till the day you die. Wait for you in the dark, fight till the day you die. Wait for you in the dark, fight till the day you die. Wait for you in the dark, fight till the day you die. Wait for you in the dark. Oh, life is a gamble, don't you play it like a child. Go play it like a child, get screwed up for a while. Take control, turn the shit around. Take control, make some bloody cold moves now. Take control, don't just sit around. Take control, make some fucking cold moves now. Make way for the kingpin. Who's gonna pull the trigger? Who's gonna give a show? Who's gonna take it slow? Watch for the kingpin. Who's gonna pull the trigger? Who's gonna give a show? Who's gonna take it slow? Bring it all back now. I'm on a fight till the day you die. Wait for you in the dark, fight till the day you die. Wait for you in the dark, fight till the day you die. Wait for you in the dark, fight till the day you die. Wait for you in the dark. Bring it all back now. Bring it all back now. Break it down, put you in the hell. Been looking for you, come on out, show me what you got. I'll show you how you bleed, I'm gonna bring you down. You better run and hide, I'm gonna break your bone. You better run and hide. Take control, turn the shit around. Take control, make some bloody cold moves now. Take control, don't just sit around. Take control, make some fucking cold moves now. ഡാ ഞാൻ നിർത്താൻ പോകട്ടെ എൻ്റെ ഭ്രാന്ത്. കുറേ അല്ല സിനിമ എന്നൊക്കെ പറഞ്ഞ് നടക്കണം. എന്തിടപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതല്ല, കുറച്ചായി വിചാരിക്കണം. ഇതാണോ നിന്റെ പ്രശ്നം? അവളുടെ വീട്ടിലെന്തൊക്കെ ആലോചന വന്നു പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് പോയിട്ട് കാര്യം അവതരിപ്പിക്കായിരുന്നു. ഇതിപ്പോൾ സിനിമ എന്നൊക്കെ പറഞ്ഞു നടക്കണുണ്ടല്ലോ, ആര് വേണ്ടിനെ തരാനോ? അങ്ങനെ അവള് പറഞ്ഞു എന്നോട്. അവളൊന്നും പറയില്ല, എനിക്കിപ്പോൾ അങ്ങനെ തോന്നാ. ഓ കറണ്ടും പോയി. ഞാൻ ഇറങ്ങില്ലേ? നിന്റെ ഭാഗ്യാടാ. ഒന്നില്ലെങ്കിലും നിനക്കൊരു ജോലി ആവുന്നേരം അവൾ കാത്തിരുന്നില്ലേ? എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ലടാ. ഓടിപ്പടഞ്ഞ് ജോലി കയറിയപ്പോഴേക്കും അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇപ്പം 2 കുട്ടികളായി കേൾക്കണേ. എന്താടാ സീനാണാ? പോടാ. തരങ്ങളിൽ തൊടുന്നേ മോഹങ്ങൾ ഉള്ളാത്ത തീരൊരു കീടം കാണാത്ത തീരം കാണാനായി ദൂരെ ദൂരെ പറന്ന് പോയിടം ഇരുമനവും
അലിയുന്നിതാ. You and I just had, I wish it never ended. I can still feel your shiver in my hand. Did I miss a beat when you threw a little glance? You are the song within my soul. I left my soul within that song. You are the song within my soul. I left my soul within that song. Walking in the night, holding on that moment you and I just had. I wish it never ended. I can still feel. Did I miss a beat? നീ എന്തിനാ എൻ്റെ ലൈഫിൽ വന്നേ ബി? എന്നിട്ട് ദേഷ്യമാണോ? എനിക്ക് നിന്നോടോ നിനക്ക് ജോലി ഇല്ലാത്തതിനോടോ എനിക്ക് ദേഷ്യമില്ലേ ബി. എനിക്ക് നിന്നെ കൈവിടാൻ പറ്റില്ല. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതാ ദേഷ്യം. നിന്റെ നിന്റെ ഈ മൗനം തീയായി മാറി, അതിൽ ഞാനുരുകി വീണ്ടും വീണ്ടും ഉള്ളത്തിൽ മുള്ളായി മാറി നീ. കണ്ണിൽ കണ്ണിൽ കണ്ണീരോ കടലായി മാറി, അതിൽ ഞാൻ മുങ്ങി മണ്ണിൽ മണ്ണിൽ വീണുടയുന്നു, ചിതറിയിടുന്നു ഞാൻ. തീരാതെ പൊള്ളുന്ന നിന്നവും ഇടറുന്നൊരു മനവും നേരുന്നു നിനക്കൊരു പകലും. മൗനത്തിൻ ചിറകേറിപ്പോകുന്നു നീ, താനേ കനൽ കൂട്ടിൽ നീറുന്നു ഞാൻ. 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 വക്കീൽ സാറ് പറഞ്ഞ കാരണ ഞങ്ങളൊന്ന് ഒതുങ്ങിയേ. അതുകൊണ്ടാണ് നിന്നെ പറക്കണത്. അവൻ ചോദിക്കണതിന് കറക്റ്റ് മറുപടി പറഞ്ഞാൽ മതി കേട്ടാ. ജാക്കേ, ഞാൻ പറഞ്ഞാൾ കണ്ടാലേ പോലീസ് പിടിച്ചോണ്ടാവല്ലോടാ. നീ ഇതിനു എന്തൊക്കെ അടിച്ചിട്ടുണ്ട്? സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചറെ ഫോൺ അടിച്ചിട്ടുണ്ട്, പിന്നെ അമ്മയുടെ മാലടിച്ചിട്ടുണ്ട്. നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, അപ്പോഴാ പബ്ലിക് നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ.
എന്നാലേ അവരുടെ പേഴ്സ് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. നീ അവനെ കണ്ട? അവൻ്റെ ബാഗ് അടിക്കുക, അല്ലെങ്കിൽ അടുത്ത വണ്ടി കെട്ടി വെക്കോ. ഹലോ വക്കീലേ, ചെറിയൊരു പ്രശ്നം. നമ്മുടെ പുതിയ പയ്യനൊന്ന് ഫീൽഡിലിറക്കി. അവനാണെങ്കിൽ വേറൊരുത്തനായിട്ടൊന്ന് കൊടുത്ത്. ആ കോർത്തവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അവൻ്റെ ഫോണൊന്ന് തപ്പിയപ്പോൾ ആർക്കും അവൻ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഏതൊരു പെണ്ണ് അടിക്കടിക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഋതിക, പിന്നെ ഏതോ ഒരു അജാസ്. ആർക്കും ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നു പറടാ. ഏതോ ഒരു സൈഫർ അലക്സ്. മോനെ കുട്ടാ, നിന്നോട് 1000 തവണ പറഞ്ഞിട്ടില്ലേ ഇറങ്ങരുതെന്ന്. പോലീസുകാരെന്താണ്ട് കാണിച്ചു കൂട്ടുണ്ട്. എടാ നിനക്ക് മാത്രം ഇങ്ങനെ വള്ളി പിടിക്കാൻ പറ്റണേ? ഓ എനിക്ക് പറ്റില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ തമിഴ് വിളിച്ച് കോൺഫറൻസ് ഇട്ടുതരാം. നീ എന്നോട് കേട്ടോ. அது அண்ணா, அது நம்மளோட பிள்ளைரு ചെറിയൊരു பிரச்சனையில மாட்டிருக்கு. എന്താ நம்ம பசங்க புதுசாக ஒரு அட்டெம்ப்ட் பண்ணும்போது ஒரு பையன் உள்ள வந்து மாட்டிருக்கு. அவனை தூக்கி விசாரிக்கும் போது தான் தெரிய வந்தது அவன் லைவ் லொக்கேஷன் ஷேர் பண்ணிட்டு இருக்குன்னு. ப்ராப்ளம் என்னன்னா, அவன் அந்த சைஃபருக்கு தான் லொக்கேஷன் ஷேர் பண்ணிட்டு இருந்தான். அது மட்டும் இல்லை, 4 நாளைக்கு முன்னாடி அந்த சைஃபர் என்கிட்டையும் வந்து நம்ம தொழிலை பற்றியும் நம்ம புது பசங்க பற்றியும் கேட்டான். எனக்கு என்னமோ அவன் பழசெல்லாம் மனசில் வச்சு மறுபடியும் வந்த மாதிரி தான் தெரியுது. நான் உங்களுக்கு முடியும்னா இது என்ன ஏதுன்னு விசாரித்து சொல்ல முடியுமா? வக்கீல், அண்ணன் உள்ளதாக இருக்கான். கால் கட் பண்ணாமல் லைனில் இரு, சொல்கிறேன். இல்லை, அந்த சைஃபர் நமக்காகவும் நம்ம கேங்காகவும் வந்ததில்லை. ஒரு 17 வயசு பையனுக்காக வந்திருக்கான். 4 மாதத்துக்கு முன்னாடி நான், அண்ணா, தபிதா, ஏரோ, நாங்கள் 4 பேர் சேர்ந்து அந்த நைட்டில் பேங்க் ரோபரி பண்ண அதே டைமில் தான் அந்த அசல் ஜெயிலிருந்து தப்பிச்சிருக்கான். அங்கே இருந்த அலி கேங்கில் வந்து சேர்ந்தார். அந்த அலியோட மோப்பம் பிடிச்சி தான் அந்த സൈഫർ ഇങ്ങ് വരും വന്നത്. എമ്മ മാത്യു, സൈഫറിൻ്റെ ഭാര്യ, മരിച്ചിട്ട് 3 വർഷമായി. ഇറ്റ്സ് എ ക്ലീൻ മർഡർ. നോ എവിഡൻസ്, നോ വിറ്റ്നസ്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്നാൽ, കൊല നടന്നതിൻ്റെ പിറ്റേ ദിവസം ഫാബ്രിക്കേറ്റഡ് എവിഡൻസുമായി ഒരു 15 വയസ്സുള്ള പയ്യൻ അസൽ കോടതിയിൽ സറണ്ടറായി. അവൻ്റെ ഏജും പാസ്റ്റും കണക്കിലെടുത്ത് കോടതി അവനെ ജൂനിയർ ഹോമിലേക്ക് അയച്ചു. ഭാര്യയുടെ മരണവും കേസിലെ കറപ്ഷനും യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിയാത്ത അമർഷവും മേഡ് ഹിം എ ഡ്രഗ് അഡിക്റ്റ്. ഫൈനലി ഹി ക്വിറ്റ് ഹിസ് ജോബ്. அந்த வேலையில சோம்பேறிங்க எதுக்குடா இங்கே வந்துட்டு இருக்க? അസൽ ജയിലിൽ ചാടിയതും സൈഫർ വീണ്ടും ജോലിയിൽ ജോയിൻ ചെയ്തും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ കോഇൻസിഡൻസ്. ഹി ഈസ് ഓൺ എ റിവെഞ്ച്ഫുൾ മിഷൻ. பதினஞ்சு வயதுல ஒரு பொண்ணை போட்டேன். அந்த பொண்ணை போட்டதுக்கு இவர் ரிவெஞ்சுக்காக வந்தேன். அந்த லொக்கேஷன் ஷேர் பண்ண நான் யாரு? എബി മാത്യു, എമ്മ മാത്യുയുടെ ബ്രദർ. അടക്കി വെച്ചൊരു ദേഷ്യമൊക്കെ ഈ തലയിൽ തീ പോലെ പടർന്നു.
അളിപടരുന്ന തീയിന്റെ ചൂടിലെ ദേഹം ഒന്നാകെ വിയർത്തു. എന്റെ ഉള്ളിലെ മനിത മരിച്ചു, ഒരു ചെകുത്താൻ പിറവിയെടുത്തു. എന്റെ വാക്കാലി നാകാലി തൊലിക്കയാലെ നശിച്ച നാക്കു ഞാൻ പിഴുതു. അടക്കി വെച്ചൊരു நம்ம போட்ட பிளான் இல்லடா, அவங்க போட்ட பிளான் தான் நம்ம மாட்டிடும். இதெல்லாம் அந்த சைஃபரும் ஏபியும் போட்ட பிளான், புரியுதா? നശിച്ച നാക്കു ഞാൻ പിഴുതു. പോരിനിയും സജ്ജമാണ് ഞാൻ, പാശം കയ്യിലെടുത്ത കാലനാണ് ഞാൻ. ഓടിയൊളിച്ചിടേണ്ട ഉയിരെടുക്കും ഞാൻ. കേൾക്ക് നിന്റെ കാലം ഇവിടെ തീർന്നടാ. ഓ என்ன ஏதுன்னு எனக்கு தெரிய வேணாம், இன்னைக்கு முடிச்சிடணும். முடிச்சிടാം എന്നേക്ക് முடிச்சிடும் முடிச்சிடணும்ல? ശരി ജേക്കെ പറഞ്ഞിട്ടല്ലോ ഇത് ഇന്നിവിടെ അവസാനിക്കണം, മനസ്സിലായോ? പിന്നെ ആ പെണ്ണിൻ്റെ പേരെന്താ പറഞ്ഞേ? ആ എന്തിനാട്ട് ഒരു പെണ്ണ് കൊന്നെന്ന് പറഞ്ഞിട്ടല്ലേ ഉമ്മാരി പ്ലാനൊക്കെ ചെയ്ത് കൂട്ടിയത്. ഒരു കാര്യം ചെയ്യും, ഒരു പെണ്ണ് കൂടിയില്ലേ അതിനോട് തൂക്കുമോ? ശരി, വക്കീലൊന്നും ഇല്ല. ഞാനൊന്നും വെച്ചതാ നിനക്ക് വിലങ്ങ്. എങ്കിലും പേടിച്ചു നീ അതും തുടർന്നു നിന്നിലെ കഴമ്പ്. പെണ്ണിനെ കാണുമ്പോൾ ധരിക്കും നിന്നുടെ കയ്യിലെ ഞരമ്പ്. അറുത്തു മുറിച്ചു കളയാൻ കാട്ടലെ ചെക്ക നീ കുറുമ്പ്. വെറുതെയൊന്നും ഞാൻ പറയുമില്ലടാ, പണ്ടേ പറഞ്ഞു ചെയ്യുന്ന ശീലമില്ലടാ. എന്നെ ബാഡ് ബോയ് ആക്കിടല്ലടാ, നിന്നെ കാർന്നിനുമ്പോ വന്ന കാലനാണ്. അടക്കി വെച്ചൊരു ദേഷ്യമൊക്കെ തലയിൽ തീ പോലെ പടർന്നു. അളിപടരുന്ന തീയിന്റെ ചൂടിലെ ദേഹം ഒന്നാകെ വിയർത്തു. എന്റെ ഉള്ളിലെ മനിത മരിച്ചു, ഒരു ചെകുത്താൻ പിറവിയെടുത്തു. എന്റെ വാക്കാലി നാകാലി തൊലിക്കയാലെ നശിച്ച നാക്കു ഞാൻ പിഴുതു. അസൽ